കഥ ആരംഭിക്കുന്നത് മലേഷ്യയിലെ ഒരു മാർഷൽ ആർട്സ് ഹാളിൽ നിന്നുമാണ്. അവിടെ മാർഷൽ ആർട്സ് ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ നടക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഫൈറ്റർ എതിരാളിയെ വളരെ നിസ്സാരമായി പരാജയപ്പെടുത്തി ശേഷം മുവായ്ത്തായാണ് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ആയോധനകല എന്ന് വലിയ വായിൽ പ്രസംഗിച്ച് അയാൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ എതിരിടാൻ വരാനും അയാൾ വെല്ലുവിളിച്ചു. വർഷം 1938 അത് കണ്ട് അയാൾക്ക് മുമ്പിലേക്ക് ഒരു സിലാറ്റ് മാസ്റ്റർ കടന്നു ചെന്നു. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ അറിയപ്പെടുന്ന ഒരു മാർഷൽ ആർട്സ് ഫോമാണ് സിലാറ്റ് എന്നത്. വൈകാതെ അവിടെ ഒരു ഏറ്റുമുട്ടൽ ആരംഭിച്ചു. രണ്ടു ഫൈറ്റേഴ്സും ശക്തമായി പരസ്പരം പോരടിച്ചു. സിലാറ്റ് മാസ്റ്റർ പ്രായമേറിയ വ്യക്തിയായിരുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ മുവായ്ത്തായ് ഫൈറ്ററായ ആ ചെറുപ്പക്കാരനെതിരെ പിടിച്ചു നിൽക്കാൻ അയാൾക്ക് സാധിക്കാതെ വന്നു. അയാൾ താഴെ വീഴാൻ തുടങ്ങി. മുവായ്ത്തായ് ഫൈറ്റർ ഒരു വെറിയോടെ വൃദ്ധനായ ആ മാസ്റ്ററെ പൂർണ്ണമായി അടിച്ചു വീഴ്ത്തുവാൻ വേണ്ടി കുതിച്ചു ചെന്നു. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആ ഫൈറ്റിലേക്ക് ഇടപെട്ടു. മുവായ്ത്തായ് ഫൈറ്ററെ ഇടിച്ചു തെറിപ്പിച്ചു. ആദ്യ കാഴ്ചയിൽ വെറുമൊരു സാധാരണക്കാരനായി തോന്നിക്കുന്ന ഒരു യുവാവ് 40കളോട് അടുപ്പിച്ച് പ്രായമെത്തിയിരിക്കുന്നു. ആദ്യ കാഴ്ചയിൽ അവനെ കണ്ടതും മുവായ്ത്തായ് ഫൈറ്റർ പുച്ഛിച്ചു തള്ളി. അയാളെ എതിരിടൽ തനിക്ക് എളുപ്പമുള്ള കാര്യമായിരിക്കും എന്ന ഭാവമായിരുന്നു ആ മുവായ്ത്തായ് ഫൈറ്റർക്ക്. വൈകാതെ ഫൈറ്റ് ആരംഭിച്ചു. അപ്പോഴാണ് വ്യക്തമാകുന്നത് ഫൈറ്റിനിറങ്ങിയ ആ യുവാവ് വെറുമൊരു സാധാരണക്കാരനല്ലെന്ന്. അയാളും സിലാറ്റ് മികച്ച രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. അയാളുടെ ടെക്നിക്കുകളും വേഗവുമെല്ലാം മുവായ്ത്തായിയെ വെല്ലുന്ന രീതിയിലായിരുന്നു. ഡാറ്റോക് മിയോർ അബ്ദുറഹ്മാൻ എന്നായിരുന്നു അയാളുടെ പേര്. പിൽക്കാലത്ത് സിലാറ്റ് ഗയോങ് എന്ന പേരിൽ സിലാറ്റ് ഫൈറ്റിംഗ് പാഠശാല തന്നെ തുടങ്ങിയ ഒരു ലെജൻഡായിരുന്നു മിയോർ അബ്ദുറഹ്മാൻ. വിജയിച്ച മിയോറിനെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളൊക്കെ എടുത്തുയർത്തിയിരുന്നു. മിയോറിന്റെ സിലാറ്റ് ഫൈറ്റിംഗ് ജീവിതത്തിലെ എടുത്തു പറയേണ്ടുന്ന ആദ്യത്തെ അധ്യായമായിരുന്നു അത്. അധികം വൈകാതെ ആ നഗരം വിട്ട് മറ്റൊരിടത്തേക്ക് യാത്ര തിരിക്കാൻ മിയോർ തീരുമാനിച്ചു. മിയോറിന്റെ കൂടെ ഭാര്യയും സഹോദരൻ മാറ്റുമുണ്ട്. സിംഗപ്പൂരിലേക്ക് പോകാനായിരുന്നു അയാളുടെ തീരുമാനം. അവരെങ്ങനെ സിംഗപ്പൂരിലെ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. അവരുടെ ജന്മഗ്രാമത്തിൽ വരുമാനം തീരെ കുറവായിരുന്നു. സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടും. അതുകൊണ്ടായിരുന്നു സിംഗപ്പൂരിലേക്ക് അയാൾ താമസം മാറ്റിയത്. പാസറീസ് എന്നറിയപ്പെടുന്ന ചെറിയൊരു ഗ്രാമത്തിലേക്കാണ് മിയോർ എത്തിച്ചേർന്നത്. അവിടെ അവർ ഒരു വാടക വീടെടുത്തു. അവരുടെ അയൽക്കാരൻ യൂനസ് അവർ വന്ന ദിവസം സൗഹൃദപരമായ രീതിയിൽ അവർക്കായുള്ള ഭക്ഷണം എത്തിച്ചു കൊടുത്തു. നല്ലൊരു മനുഷ്യനായിരുന്നു യൂനസ്. അവിടെ താമസം തുടങ്ങി. അധികം വൈകാതെ ഒരു സന്തോഷ വാർത്ത മിയോറിനെ തേടിയെത്തി. അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടാമതും ഗർഭിണിയാണ്. അടുത്ത ദിവസം വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ മിയോർ ഭാര്യയുമായി അടുത്തുള്ള മാർക്കറ്റിൽ പോയി. ഗ്രാമത്തിലുള്ളവർ നടത്തുന്ന ചെറിയൊരു മാർക്കറ്റാണ്. അവിടെ വെച്ച് ഗ്രാമത്തലവനെയും നാട്ടുകാരായ പലരെയും അവർ മീറ്റ് ചെയ്തു. യൂനസും അവിടെ ഉണ്ടായിരുന്നു. യൂനസ് അവിടെ പച്ചക്കറി കട നടത്തുകയാണ്. യൂനസിന്റെ മകളും മിയോറിന്റെ മൂത്ത മകളും ഒരേ പ്രായമായതുകൊണ്ട് അവർ പെട്ടെന്ന് ചങ്ങാത്തത്തിലായി. ആ സമയമാണ് അങ്ങോട്ടേക്ക് പുതുതായി പിടിച്ച മീനുമായി അങ്ങോട്ടേക്ക് വള്ളക്കാർ എത്തിച്ചേരുന്നത്. ആ കൂട്ടത്തിലെ തലവനായ ഒരു വ്യക്തിയായിരുന്നു വാക്കുസാങ്. അവിടെ മൊത്തത്തിൽ ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. വാക്കുസാങ് ഒരു വലിയ കള്ളനാണ്. അവിടുത്തെ സാധാരണക്കാരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന വ്യക്തി. അത് മിയോറിന്റെ ചെവിയിലുമെത്തി. ആ സമയം അവിടെ ചില മോഷണങ്ങളും അരങ്ങേറുന്നുണ്ടായിരുന്നു. അതോടെ മിയോർ അവിടെ ഉണ്ടായിരുന്ന വാക്കുസാങ്ങിനെ എതിരിട്ടു. അത് ഒരു ഫൈറ്റിലേക്ക് കടന്നു. വാക്കുസാങ്ങും മികച്ചൊരു ഫൈറ്റർ ആയിരുന്നു. മിയോറും വാക്കുസാങ്ങും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. പക്ഷേ ആ ഫൈറ്റിന്റെ ഒരു ഘട്ടമെത്തിയപ്പോ യഥാർത്ഥ കള്ളനായ ഒരു പയ്യനെ മാറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ടെത്തി. അതോടെ മിയോറും വാക്കുസാങ്ങും ഫൈറ്റ് അവസാനിപ്പിച്ചു. സാധാരണ ഇങ്ങനൊരു ഘട്ടത്തിൽ ഫൈറ്റ് ഉണ്ടാക്കിയ അവരിരുവരും ശത്രുക്കളായി മാറുകയാണല്ലോ വേണ്ടത്. പക്ഷേ അവിടെ മറ്റൊന്നായിരുന്നു സംഭവിച്ചത്. വാക്കുസാങ്ങും മിയോറും അതിന്റെ പേരിൽ പരസ്പരം ക്ഷമ ചോദിച്ച് സംസാരിച്ച് അടുത്ത സുഹൃത്തുക്കളായി മാറാൻ തുടങ്ങി. വാക്കുസാങ് പറഞ്ഞു, ഞാനൊരു മീൻ കച്ചവടക്കാരൻ മാത്രമാണ്. പുൾഡോങ്ങിൽ നിന്നാണ് വരുന്നത്. മിയോറിന്റെ മാർഷൽ ആർട്സ് കഴിവുകളിൽ വാക്കുസാങ് ഇംപ്രസ്ഡ് ആയിരുന്നു. തന്നെയും ട്രെയിൻ ചെയ്യിക്കാമോ എന്ന് വാക്കുസാങ് ചോദിച്ചു. അന്ന് പിരിയുന്നതിനു മുമ്പ് വാക്കുസാങ് മിയോറിന് വലിയൊരു മീൻ സമ്മാനമായി കൊടുത്തു. ഒരു സന്തോഷമെന്ന രീതിയിലായിരുന്നു ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായി വാക്കുസാങ് അത് നൽകിയത്. അടുത്ത ദിവസം മിയോറും സഹോദരൻ മാറ്റും അടുത്തുള്ള ബ്രിട്ടീഷ് ബേസിലേക്ക് ചെന്നു. അവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്നറിയാനായിരുന്നു അവർ ചെന്നത്. ഭാഗ്യവശാൽ അവർക്കവിടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ലഭിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് ആ ജോലിയും കുടുംബവുമായി അവരുടെ ജീവിതം
മുമ്പോട്ടേക്ക് പോവാൻ തുടങ്ങി. കുറച്ചു മാസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ അവിടെയുള്ള ചില ബ്രിട്ടീഷ് വർക്കേഴ്സിൽ നിന്ന് മിയോറും മാറ്റും പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി. താലിബെന്നും ജുവാനെന്നുമായിരുന്നു അവരുടെ പേരുകൾ. അവരെപ്പോഴും മേൽക്കോയ്മ കാണിക്കുകയും മിയോറിനെയും മാറ്റിനെയും തരം താഴ്ത്തി കാണിക്കാൻ കിട്ടുന്ന അവസരമൊക്കെ ഉപയോഗിക്കുകയും ചെയ്തു വന്നു. ഒരു ദിവസം മിയോറും മാറ്റും ഇടവേളയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് തന്റെ കൂട്ടുകാർക്കൊപ്പം താലിബും ജുവാനും കയറി വരുന്നത്. അവരെ കണ്ടതും അവരുടെ പ്രാർത്ഥനയെയും മറ്റുമൊക്കെ കളിയാക്കി താലിബും ജുവാനും അവരെ ബുള്ളി ചെയ്യാൻ ആരംഭിച്ചു. അവർ തന്നെ ഫൈറ്റിന് ആക്കം കൂട്ടിയപ്പോ അവിടെ ശക്തമായൊരു ഏറ്റുമുട്ടൽ സംഭവിച്ചു. തന്റെ സിലറ്റ് സ്കില്ലുകൾ ഉപയോഗിച്ച് മിയോർ അവർക്കെതിരെ പടപൊരുതി. ശക്തമായ ഏറ്റുമുട്ടലിൽ സോൾജിയേഴ്സ് മിയോറിന്റെ അടികൊണ്ട് താഴെ വീണു. മിയോർ അവരെ കൂടുതലായി മർദ്ദിക്കേണ്ടതായിരുന്നു. പക്ഷെ മാറ്റെത്തി കൃത്യസമയത്ത് മിയോറിനെ പിന്തിരിപ്പിച്ചു. താലിബ് തിരികെ അടിക്കാൻ വേണ്ടി വന്നതുപോലുമായിരുന്നു. പക്ഷേ കൃത്യസമയം ലഫ്റ്റനന്റ് കേണലിന്റെ വണ്ടി കേടായെന്നും അത് ശരിയാക്കാനും മുതിർന്നൊരു ഓഫീസർ വന്നു പറഞ്ഞു. താലിബിനോടാണ് അത് പറഞ്ഞതെങ്കിലും മിയോറിനൊരു പണി കൊടുക്കാൻ താലിബ് ആ ഡ്യൂട്ടി മിയോറിന്റെ തലയിലേക്ക് ഇട്ടു. പക്ഷേ ഭാഗ്യവശാൽ മിയോറും മാറ്റും സ്കിൽഡ് മെക്കാനിക്സ് ആയിരുന്നു. അവർ വളരെ എളുപ്പത്തിൽ കേണലിന്റെ വണ്ടിയുടെ പ്രശ്നം പരിഹരിച്ചു. അന്ന് തിരികെ വീട്ടിലെത്തിയ ശേഷം മിയോർ മാറ്റിനെ സിലാറ്റ് പഠിപ്പിക്കാൻ തുടങ്ങി. മാറ്റിനെതിരെ ഇനിയും ബുള്ളിയിങ്ങും പ്രശ്നവും ഉണ്ടാകും എന്ന് മിയോറിന് അറിയാമായിരുന്നു. പ്രതിരോധിക്കണമെങ്കിൽ അവനും ആയോധനകല പഠിച്ചിരിക്കണം. അവിടെ അങ്ങനെ പരിശീലനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വാക്കുസാങ്ങും കുറച്ച് നാട്ടുകാരും കടന്നെത്തുന്നത്. വാക്കുസാങ്ങിന്റെ നാട്ടുകാരാണ്. മിയോറിന്റെ സിലാറ്റ് സ്കില്ലുകളിൽ അവർ ഇംപ്രസ്ഡ് ആയിരുന്നല്ലോ, തങ്ങളെയും അത് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചാണ് അവരുടെ വരവ്. ആദ്യം മിയോർ മടിച്ചെങ്കിലും വാക്കുസാങ്ങും മറ്റും നിർബന്ധിച്ചപ്പോ മിയോർ അതിന് തയ്യാറായി. മിയോർ അവർക്ക് പ്രാക്ടീസ് കൊടുക്കാൻ ആരംഭിച്ചു. അവരുടെ വീടിന്റെ മുറ്റം ഒരു ട്രെയിനിങ് ഗ്രൗണ്ടായി മാറാൻ തുടങ്ങുകയായിരുന്നു. നാളുകൾ മുമ്പോട്ടു പോകുന്നു. മിയോറിന്റെ ഭാര്യയുടെ പ്രസവവും അടുത്തു വരികയാണ്. ജീവിത ചെലവും കുതിച്ചുയർന്നിരിക്കുന്നു. കിട്ടുന്ന പണമൊന്നും മതിയാവുന്നില്ല. അതുകൊണ്ട് തന്നെ മിയോറും മാറ്റും എക്സ്ട്രാ ഡ്യൂട്ടീസ് ചെയ്യാൻ ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അവിടെ കാറ്ററിംഗ് ജോലിക്കായി അയാൾ ചെന്നു. പക്ഷേ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് അടക്കം അവിടുത്തെ ജനങ്ങളെ വളരെ വില കുറച്ചു കണ്ടായിരുന്നു എപ്പോഴും പെരുമാറിയിരുന്നത്. അതിന്റെ ഉപദ്രവവും കളിയാക്കലും ബുള്ളിയിങ്ങും ഒക്കെ അവർക്ക് നേരിടേണ്ടി വന്നു. ഒടുവിൽ ഫംഗ്ഷനൊക്കെ അവസാനിച്ചു. മിയോറും മാറ്റും മാത്രം അവിടെ തനിച്ചായി. അവർ ക്ലീനിംഗ് ജോലികളിലേക്ക് കടക്കുമ്പോ അങ്ങോട്ടേക്ക് താലിബ് തന്റെ കൂട്ടുകാരെയും കൂട്ടി കടന്നു വന്നു. നൈറ്റ് വിഷനുമായിട്ടായിരുന്നു അവരുടെ വരവ്. അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്ത് താലിബും സംഘവും നൈറ്റ് വിഷൻ ധരിച്ച് മാറ്റിനെയും മിയോറിനെയും ആക്രമിക്കാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ മിയോർ ഒന്ന് അടിപതറിപ്പോയെങ്കിലും തന്റെ സിലാറ്റ് സ്കില്ലുകൾ ഉപയോഗിച്ച് ആ ഇരുട്ടിലും മിയോർ അവർക്കെതിരെ പോരടിച്ചു. ശക്തമായ ഏറ്റുമുട്ടലിനൊടുവിൽ മിയോർ സോൾജിയേഴ്സിനെ മുഴുവൻ അടിച്ചിട്ടിരുന്നു. ഒടുവിൽ ശബ്ദം കേട്ട് ലഫ്റ്റനന്റ് കേണൽ എത്തിയപ്പോഴായിരുന്നു ആ ഫൈറ്റ് അവസാനിച്ചത്. അടുത്ത ദിവസം കേണൽ മിയോറിനെ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. നടന്ന കാര്യങ്ങൾ അത്രയും അതിനോടകം കേണൽ മനസ്സിലാക്കിയിരുന്നു. മിയോറിന്റെ മാർഷൽ ആർട്ട് സ്കില്ലുകളിൽ കേണൽ ഇംപ്രസ്ഡ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മിയോറിന് അവിടെ പുതിയൊരു സ്ഥാനം കേണൽ ഓഫർ ചെയ്തു. താല്പര്യമുണ്ടെങ്കിൽ മിയോറിന് മിലിറ്ററിയുടെ സിലാറ്റ് ഇൻസ്ട്രക്ടർ ആകാം. മിയോർ ആദ്യമേ അത് പറ്റില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞതേയുള്ളൂ. താൻ അതിന് റെഡിയല്ല എന്ന മട്ടിൽ മിയോറിന് തോന്നിയിരുന്നു. പക്ഷേ പുറത്തേക്കിറങ്ങിയതും അങ്ങോട്ടേക്ക് മാറ്റോടി വന്നു. തലേ ദിവസത്തെ സംഭവങ്ങളുടെ പേരിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തങ്ങളെ പിരിച്ചുവിട്ട കാര്യം അവൻ മിയോറിനെ അറിയിച്ചു. മിയോറിന് മുമ്പിൽ നിലവിലിപ്പോൾ മറ്റു വഴികളില്ലാതായി. ഒന്നുകിൽ കേണൽ ഓഫർ ചെയ്ത ജോലി ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ജോലിയില്ലാതെ കഷ്ടപ്പെടുക. മനസ്സില്ലാ മനസ്സോടെ മിയോർ കേണലിന് മുമ്പിലെത്തി. സിലാറ്റ് ഇൻസ്ട്രക്ടർ എന്ന പദവി ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്ന് അറിയിച്ചു. പക്ഷേ മിയോർ പഠിപ്പിക്കൽ ആരംഭിക്കുന്നതിന് മുമ്പ് മിയോറിന്റെ കഴിവുകൾ ടെസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. അതിനുവേണ്ടി അങ്ങോട്ടേക്ക് കേണലാൽ തന്നെ മിയോർ കൊണ്ടുപോകപ്പെട്ടു. അവിടെ കുംഫു മാസ്റ്റർ ഉണ്ട്. ചാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അധികം വൈകാതെ ഇരുവരും തമ്മിൽ ഒരു സൗഹാർദ്ദ മത്സരം ആരംഭിച്ചു. മാസ്റ്റർ കുംഫു രീതിയിൽ സിലാറ്റ് മാസ്റ്ററായ മിയോറിനെതിരെ ഫൈറ്റ് ചെയ്യും. മിയോർ സിലാറ്റ് രീതിയിൽ അതിനെ പ്രതിരോധിക്കണം. ഏറ്റുമുട്ടൽ ആരംഭിച്ചു. രണ്ട് മാർഷൽ ആർട്ടിസ്റ്റുകളും മികച്ച രീതിയിൽ തങ്ങളുടെ പോരാട്ടം മുമ്പോട്ട് കൊണ്ടുപോയി. ഫൈറ്റ് അത്രമേൽ തീവ്രവും ബാലൻസ്ഡ് ആയതും പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ളതുമായിരുന്നു. ഒടുവിൽ കുംഫു മാസ്റ്റർ തന്റെ പരാജയം മിയോറിന് മുമ്പിൽ സമ്മതിച്ചു. ബഹുമാനത്തോടെ ആദരവോടെ മിയോറിന് മുമ്പിൽ വണങ്ങുകയും ചെയ്തു. അന്നു മുതൽ അവിടുത്തെ ബ്രിട്ടീഷ് ട്രൂപ്പിന്റെ സിലാറ്റ് മാസ്റ്ററായി മിയോറിന് പോസ്റ്റിംഗ് ലഭിച്ചു. മാറ്റ് മിയോറിന്റെ അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ടേക്ക് പോയി. ഒരു ദിവസം മിയോർ തന്റെ സിലാറ്റ് പരിശീലന കേന്ദ്രത്തിലായിരുന്നപ്പോ അങ്ങോട്ടേക്കൊരു വാർത്ത വന്നെത്തി. മിയോറിന്റെ ഭാര്യയെ പ്രസവത്തിനായി ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുന്നു എന്നായിരുന്നു അത്. മിയോർ അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്നു. മിയോറിന് ഒരു ആൺകുട്ടി പിറന്നിരുന്നു. വൈകാതെ കുട്ടി പിറന്നതിന്റെ
ആഘോഷവും പ്രാർത്ഥനയും ഒക്കെ നടന്നു. ഇതിനൊക്കെ ഇടയിലും നാട്ടുകാർക്കും മറ്റും സിലാറ്റ് പ്രാക്ടീസസും മിയോർ കൊടുക്കുന്നുണ്ടായിരുന്നു. വില്ലേജേഴ്സ് എല്ലാവരും തന്നെ മിയോറിനെ ഒരുപാട് ബഹുമാനിക്കാനും തങ്ങളിൽ ഒരാളായി അവനെ കാണാനും ആരംഭിച്ചു. മിയോറിനെ പറ്റിയുള്ള വാക്കുകളും അവന്റെ പ്രവൃത്തികളും ആ കമ്മ്യൂണിറ്റിക്ക് പുറത്തേക്കും വ്യാപിക്കാൻ ആരംഭിച്ചിരുന്നു. അങ്ങനെയിരിക്കെ മിയോർ തന്റെ ഫാമിലിയുമായി പാൽസുഡോങ്ങിലേക്ക് വന്നെത്തി. വാക്കുസാങ്ങിന്റെ ക്ഷണപ്രകാരമായിരുന്നു അത്. വാക്കുസാങ്ങിന്റെ ഹോം ഐലൻഡ്. അവിടെ ഉണ്ടായിരുന്നവർ മിയോറിനെ ആദരവോടെ സ്വീകരിച്ചു. മിയോറിന്റെ വരവ് വെറുതെയായിരുന്നില്ല. ആ ഐലൻഡിലുള്ളവരെ സിലാറ്റ് പഠിപ്പിക്കലായിരുന്നു അവന്റെ ലക്ഷ്യം. വൈകാതെ പ്രാക്ടീസ് ക്ലാസുകളും ആരംഭിച്ചു. അങ്ങനെ സമാധാനത്തിലും സന്തോഷത്തിലും നാളുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെയാണ് ആ സമാധാനമൊക്കെ ഇല്ലാതാകുന്ന ആ സമയം വന്നെത്തിയത്. വർഷം 1942. ജപ്പാൻ സിംഗപ്പൂരിന് മേൽ അധിനിവേശം നടത്താൻ ആരംഭിച്ചു. വാർത്ത വളരെ പെട്ടെന്ന് ഗ്രാമത്തിലുള്ളവരുടെ ഇടയിൽ വ്യാപിച്ചു. അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരേ ഒരിടം പുൾസുഡോങ് ഐലൻഡിലേക്കാണ്. ആകെ അവൈലബിൾ ആയിട്ടുള്ളത് 7 ചെറിയ ബോട്ടുകൾ മാത്രമാണ്. അതിൽ കുട്ടികളെയും സ്ത്രീകളെയും മുൻതൂക്കം കൊടുത്ത് കയറ്റിവിടാനായിരുന്നു തീരുമാനം. പക്ഷെ അവിടെ ഉണ്ടായിരുന്നവരിൽ സ്റ്റെബോണായി നിന്ന ഒരു വില്ലേജർ താൻ ഇവിടം വിട്ട് വരുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ തുടർന്നു. മിയർ തന്റെ ഫാമിലിയെ സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു. അവരെ ബോട്ടിനടുത്തെത്തിക്കാൻ അദ്ദേഹം കിണഞ്ഞു പരിശ്രമിച്ചു. എല്ലാവരും ബോട്ടിനടുത്തെത്തി രക്ഷപ്പെടാൻ തയ്യാറായി നിൽക്കെ വില്ലേജിൽ വളരെ വലിയൊരു സ്ഫോടനം തന്നെ സംഭവിച്ചു. ഏവരും ഞെട്ടലോടെയായിരുന്നു അത് കണ്ടത്. ജാപ്പനീസ് പട്ടാളം അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. എത്രയും വേഗം രക്ഷപ്പെട്ടു പോയേ പറ്റൂ. മുന്നിൽ കിട്ടിയ ബോട്ടിൽ കയറി മിയോറും കുടുംബവും ദ്വീപിലേക്ക് യാത്ര തിരിച്ചു. കൂടെ രക്ഷപ്പെട്ട മറ്റുള്ളവരും. കടലിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ച് തിരികെ നോക്കിയപ്പോ അവരുടെ പിന്നിൽ വില്ലേജിനുമേൽ സ്ഫോടക വസ്തുക്കൾ വീണ് അത് പൊട്ടിത്തെറിക്കുന്നത് അവർ കണ്ണുകൾ കൊണ്ട് നോക്കിക്കണ്ടിരുന്നു. പക്ഷേ രക്ഷപ്പെട്ടു പോവാനുള്ള ആ ശ്രമത്തിനിടയിൽ വലിയ തിരമാലകൾ വന്നു. അത് മിയോറിന്റെ ബോട്ടിനെ മറിച്ചു. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള കഷ്ടപ്പാടുകൾ. മിയോർ തന്റെ കഴിവിന്റെ പരമാവധി എടുത്ത് ബോട്ടിലേക്ക് കുട്ടികളെ തിരികെ കയറ്റാൻ ശ്രമിച്ചു. മിയോറിന്റെ ഭാര്യ ഒരു കുട്ടിയുമായി മുങ്ങിത്താഴുന്നുണ്ടായിരുന്നു. മിയോർ നീന്തി വന്ന് ഒരു തരത്തിൽ കഷ്ടപ്പെട്ട് അവളെയും കുട്ടിയെയും കൂടി രക്ഷപ്പെടുത്തി. നീണ്ട കഷ്ടപ്പാടുകൾക്കൊടുവിൽ അവസാന ഗ്രൂപ്പായി മിയോങ്ങും കുടുംബവും ആ ദ്വീപിലേക്ക് വന്നിറങ്ങി. വില്ലേജിലുണ്ടായിരുന്ന എല്ലാവർക്കും രക്ഷപ്പെട്ട് അങ്ങോട്ടേക്ക് എത്താൻ പറ്റിയിരുന്നില്ല. യൂനസ് അടക്കം പലരും ആ ഗ്രാമത്തിൽ കുടുങ്ങിപ്പോയിരുന്നു. ഒരുപക്ഷെ യൂനസ് കൊല്ലപ്പെട്ടിരിക്കാം എന്നുവരെ അവിടെ സംസാരമുണ്ടായി. പക്ഷേ ഗ്രാമത്തിൽ ബാക്കിയായവരെ ഉപേക്ഷിക്കാൻ മിയോർ ഒരുക്കമായിരുന്നില്ല. അങ്ങോട്ടേക്ക് പോയി ആരെങ്കിലും ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോരാൻ മിയോർ തീരുമാനിച്ചു. അതിനുവേണ്ടി അവിടെയുള്ളവരുടെ സഹായത്തോടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അടുത്ത ദിവസം തന്റെ ഗ്രൂപ്പുമായി മിയോർ ചെറിയ ബോട്ടുകളിൽ വില്ലേജിലേക്ക് വന്നു ചേർന്നു. പക്ഷേ ജാപ്പനീസ് ഫോഴ്സസ് അപ്പോഴേക്കും വില്ലേജിലേക്ക് എത്തി ജനങ്ങളെ പിടികൂടാനും അവരുടെ മുതലുകൾ മോഷ്ടിക്കാനും അവിടെ എതിർക്കുന്നവരെ കൊന്നുതള്ളാനുമൊക്കെ ആരംഭിച്ചിരുന്നു. കുറച്ചുപേരെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോവാൻ വന്നെത്തിയ മിയോറിനും സംഘത്തിനും സാധിച്ചു. പക്ഷേ ചിലരെല്ലാം അത്രമേൽ ഭാഗ്യമുള്ളവരായിരുന്നില്ല. ജാപ്പനീസ് ഫോഴ്സിനാൽ അവർ കൊല്ലപ്പെട്ടു വീണ കൂട്ടത്തിൽ വില്ലേജ് വിട്ടുപോവാൻ വിസമ്മതിച്ചു നിന്ന ആ സ്റ്റെബോണായ മനുഷ്യനുമുണ്ടായിരുന്നു. അവരുടെ വീട്ടിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ ജാപ്പനീസ് സോൾജേഴ്സ് മോഷ്ടിച്ചുകൊണ്ടിരുന്നു. വാക്കുസാങ് വില്ലേജിൽ ഒളിച്ചു നിന്നിരുന്ന 2 കുടുംബങ്ങളെ ബോട്ടിനടുത്തേക്ക് എത്തിച്ചു. പക്ഷേ 2 ജാപ്പനീസ് സോൾജേഴ്സിന്റെ കണ്ണിൽ അത് പെട്ടിരുന്നു. അതോടെ വാക്കുസാങ്ങിന് അവരോട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. അത് മറ്റു സോൾജേഴ്സിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റി. അതോടെ സോൾജർ സംഘം അങ്ങോട്ടേക്ക് പാഞ്ഞെടുക്കാൻ തുടങ്ങി. രക്ഷപ്പെട്ടു പോവാൻ ശ്രമിച്ച ബോട്ടുകൾക്കെതിരെ അവർ വെടിയുതിർത്തു. വെടിയുതിർക്കലിൽ ഐലൻഡിലെ ഒരു യുവാവ് കൊല്ലപ്പെട്ടു. ഇതേസമയം മറുവശത്ത് യൂനസിനെയും മറ്റും നോക്കാൻ വേണ്ടി മിയോർ പോയിരിക്കുകയായിരുന്നു. യൂനസ് കൊല്ലപ്പെട്ട് കിടക്കുന്നത് മിയോർ കണ്ടു. പക്ഷേ ചേർത്ത് പിടിച്ച അയാളുടെ കരങ്ങളിൽ അയാളുടെ മകൾ ജീവനോടെയുണ്ട്. കുട്ടിയെ പൊക്കിയെടുത്ത് രക്ഷപ്പെട്ടു പോവാൻ മിയോർ ശ്രമിച്ചു. പക്ഷേ അവൻ ജാപ്പനീസ് സോൾജേഴ്സിന്റെ കണ്ണിൽ പെട്ടു. അവർ വെടിയുതിർക്കാൻ തുടങ്ങി. വെടിയുണ്ടകൾ ഏൽക്കാതെ ഒഴിഞ്ഞുമാറി ഓടാൻ മിയോർ ശ്രമിച്ചെങ്കിലും ഒടുവിൽ അവന്റെ തോളിൽ ഒരു വെടിയുണ്ട പതിച്ചു. മിയോർ വീണുപോയ ഭാഗത്തേക്ക് ജാപ്പനീസ് സോൾജേഴ്സിന്റെ തലവനും കൂട്ടത്തിൽ മറ്റു കുറച്ച് സോൾജേഴ്സും വന്നു. ജാപ്പനീസ് ക്യാപ്റ്റൻ യമാഡ യൂനസിന്റെ മകളെ വെടിവെച്ചു കൊന്നു. വെറിപൂണ്ട മിയോർ തന്റെ ചുറ്റിലുമുണ്ടായിരുന്ന സോൾജേഴ്സിനെ ആക്രമിച്ചു കൊലപ്പെടുത്തി. അപ്പോഴേക്കും വാക്കുസാങ് വന്ന് മിയോറിനെ പിടിച്ചുകൊണ്ടുപോവാൻ ശ്രമിച്ചു. മിയോർ അവിടെ ഉണ്ടായിരുന്ന ഒരു കുന്തം യമാഡയ്ക്ക് നേരെ എറിഞ്ഞു. യമാഡയുടെ മുഖത്ത് അതൊരു മുറിവ് തീർത്തിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ മിയോറിനും വാക്കുസാങ്ങിനും സാധിച്ചു. പക്ഷേ യമാഡയ്ക്ക് തന്റെ മുഖത്തുണ്ടായ ആ മുറിവ് വലിയൊരു ദേഷ്യം സൃഷ്ടിച്ചിരുന്നു. രക്ഷപ്പെട്ടു പോയവരെ വകവരുത്തണം എന്ന് തീരുമാനിച്ച യമാഡ അവർ പോയ വഴി നോക്കിവെച്ചു. വൈകാതെ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഐലൻഡിൽ സംസ്കരിച്ചു. ഫ്യൂണറൽ ചടങ്ങുകൾ നടക്കുമ്പോൾ മിയോർ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും
തയ്യാറായിരിക്കാനും ജാപ്പനീസുകാർ ഇങ്ങോട്ടേക്ക് അധികം വൈകാതെ എത്തും എന്നും വാണിംഗ് കൊടുത്തു. വൈകാതെ ഒരു ഗ്രൂപ്പായി ആക്രമണത്തിന് അവർ തയ്യാറെടുത്തു നിന്നു. അടുത്ത ദിവസം യമാഡയും സംഘവും പുളാസുഡോങ്ങിലേക്ക് വന്നെത്തി. അവർ ഐലൻഡ് ചുറ്റിവളഞ്ഞു. പക്ഷേ ഐലൻഡ് വളരെയധികം സൈലന്റായി ക്വയറ്റായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വളരെയധികം വിചിത്രത യമാഡയ്ക്ക് തോന്നി. തൊട്ടുപുറകെ ഓരോരോ സോൾജേഴ്സായി കൊല്ലപ്പെടാൻ ആരംഭിച്ചു. സിലാറ്റ് ടെക്നിക് ഉപയോഗിച്ച് മറഞ്ഞിരുന്ന സോൾജേഴ്സിനെ മിയോറും സംഘവും വേട്ടയാടുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ഒളിഞ്ഞയിടത്തു നിന്ന് ചാടി വീണ് അവിടുണ്ടായിരുന്ന ജാപ്പനീസ് സംഘത്തിനുമേൽ മിയോറും സംഘവും അറ്റാക്ക് നടത്തി. ശക്തമായ ഏറ്റുമുട്ടൽ തന്നെ നടന്നു. ഒരു ഘട്ടത്തിൽ വാക്കുസാങ് പ്രതിസന്ധിയിലായി പോയിരുന്നു. പക്ഷേ മിയോർ കൃത്യസമയത്തെത്തി വാക്കുസാങ്ങിനെ രക്ഷപ്പെടുത്തി. ഇതിനിടയിൽ ഭയന്ന ഒരു ജാപ്പനീസ് സോൾജിയർ അവിടെയുള്ള ഒരു കുടിലിൽ കയറി ഒളിക്കാൻ ശ്രമിച്ചു. ആ കുടിലിനകത്തായിരുന്നു അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും ഒളിപ്പിച്ച് പാർപ്പിച്ചിരുന്നത്. ആ സോൾജിയർ അവിടെയുള്ളവർക്ക് നേരെ തോക്ക് ചൂണ്ടി. അവിടെ മിയോറിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. മിയോറിന്റെ ഭാര്യ ധൈര്യപൂർവ്വം സോൾജിയറെ എതിരിട്ട് കീഴ്പ്പെടുത്തി. ആ സമയമാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. മിയോറിന്റെ ഭാര്യയ്ക്കും സിലാറ്റ് മാർഷൽ ആർട്സ് അറിയാം. ഇതേ സമയം മറുവശത്ത് വാക്കുസാങ്ങും യമാഡയും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചിരുന്നു. പക്ഷേ യമാഡയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വാക്കുസാങ്ങിന് കഴിയാതെ വന്നു. പക്ഷേ അപ്പോഴേക്കും ജാപ്പനീസ് സോൾജേഴ്സിനെയൊക്കെ മിയോറും സംഘവും ചേർന്ന് ബന്ദികളാക്കിയിരുന്നു. യമാഡ മിയോറിന് മുമ്പിലേക്കൊരു ചലഞ്ച് വെച്ചു. നമുക്കൊരു 1-on-1 ഫൈറ്റ് നടത്താം. നീ വിജയിച്ചാൽ ഞാനും എന്റെ സംഘവും എന്നേക്കുമായി ഇവിടെ നിന്ന് മടങ്ങിപ്പോകും. പിന്നീട് നിങ്ങളുടെ വില്ലേജിനെ തൊടാൻ വരികയേയില്ല. അതേസമയം നീ പരാജയപ്പെട്ടാൽ എന്റെ ആളുകളെ നീ ഇപ്പോൾ വെറുതെ വിടണം. ഞങ്ങൾ മടങ്ങിപ്പോകും. പക്ഷേ തിരികെ വലിയൊരു സംഘവുമായി തന്നെ തിരികെ വരും. മിയോർ ആ വെല്ലുവിളി ഏറ്റെടുത്തു. അവർ തമ്മിൽ ശക്തമായ ഒരു ഏറ്റുമുട്ടൽ ആരംഭിച്ചു. മിയോർ ഒരു ബ്ലേഡ് എടുത്തപ്പോൾ യമാഡ എടുത്തത് തന്റെ കറ്റാനയായിരുന്നു. ശക്തമായ പോരാട്ടത്തിന്റെ ഒരു ഘട്ടത്തിൽ മിയോർ പരാജയത്തിന്റെ വക്കോളം എത്തിയിരുന്നു. പക്ഷേ തന്നെ സ്വീകരിച്ച തന്നെ സ്നേഹിച്ച ആ ജനങ്ങളുടെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. കൊല്ലപ്പെട്ടു വീണ സുഹൃത്തുക്കളെ ഓർത്തു. പുതിയൊരു ഉണർവോടെ മിയോർ യമാഡയ്ക്കെതിരെ പൊരുതി. ഒടുവിൽ യമാഡയെ പരാജയപ്പെട്ട യമാഡ വാക്കുപാലിച്ചു. തന്റെ ട്രൂപ്പുമായി തിരികെ പോവാൻ തീരുമാനിച്ചു. പോകുന്നതിനു മുമ്പ് ബഹുമാനപൂർവ്വം സിലാറ്റ് മാസ്റ്റർ എന്ന രീതിയിൽ അംഗീകരിച്ച് യമാഡ മിയോറിന് മുമ്പിൽ തല വണങ്ങുകയും ചെയ്തു. പതിയെ സിംഗപ്പൂരിലേക്കും ആ ഐലൻഡിലേക്കും സമാധാനം തിരികെയെത്തി. മിയോർ അവിടെ താമസിച്ച് സിലാറ്റ് പരിശീലനം തുടർന്നുകൊണ്ടേയിരുന്നു. പുതുതലമുറയിലേക്ക് സിലാറ്റ് അദ്ദേഹം പകർന്നു നൽകി. ഗ്രാൻഡ് മാസ്റ്ററായി അറിയപ്പെട്ട ലെജൻഡറി മിയോർ അബ്ദുറഹ്മാന്റെ ബയോഗ്രഫി കേന്ദ്രീകരിച്ച് നിർമ്മിച്ച ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.